ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. രാവിലെ തന്നെ എന്താ മുറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങി തന്നിട്ട് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ അതാ മഴയൊക്കെ കുറേ ദിവസങ്ങളായിട്ട് നല്ല മഴയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് ഇച്ചിരി മഴയ്ക്ക് കുറവുണ്ട്. അപ്പോൾ രാവിലെ ഇതാ മഴ പെയ്യാത്തതുകൊണ്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ അടിച്ചു വാരി ഇട്ടേക്കാന്ന് ഓർത്ത് രാവിലെ അടിച്ചു വാരി ഇറങ്ങിയതായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ മുറ്റത്ത് അവിടെ മുരിങ്ങ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിറച്ച് ഇലകൾ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ, കുഞ്ഞു ഇലകളാണ്. അപ്പം നമ്മളത് അടിച്ചു വാരിയില്ലെങ്കിൽ വണ്ടി കയറുന്ന സമയത്തൊക്കെ അതിൻ്റെ കോരുകളൊക്കെ അരിഞ്ഞ് അത് അടിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ അടിച്ചു വാരാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ അടിച്ചു വാരൽ കഴിഞ്ഞാൽ ഒരു മെയിൻ പണി കഴിയും പോലെയാണ്. മുറ്റം നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. മഴയായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പുല്ലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നടുക്കൂടിയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ സൈഡിൽ കൂടിയും മതിലിനകത്തൊക്കെ നല്ലോണം നല്ല പുല്ലുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുല്ലൊന്നും പറിക്കാൻ നിന്നില്ല. രാവിലെ അടിച്ചു വാരി വേഗം കയറാമെന്ന് വെച്ചിട്ട് പുല്ലുകളൊക്കെ പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിച്ചു വാരലൊക്കെ വരുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊരു പണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയും ചമ്മന്തി ചെയ്യുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടിച്ചു വാരി ക്ഷീണമൊക്കെ കഴിഞ്ഞ് വന്നത് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കഴിച്ച പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പാത്രങ്ങൾ കൂട്ടിയിട്ട് അത് നമ്മൾ അപ്പം തന്നെ അത് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടിച്ചു വരാനും കാര്യങ്ങൾക്കൊക്കെ പോവാം. നമ്മളെന്ന് വെച്ചാൽ പാത്രങ്ങൾ പിന്നെ ഉച്ചക്കത്തേക്ക് അല്ലെങ്കിൽ പിന്നെ കഴുകാന്ന് വെച്ചാൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. പുറത്തുനിന്ന് ആൾക്കാർ കയറി വന്നാലോ നമുക്ക് തന്നെ ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുഞ്ഞു ഈച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ അത് കഴുകി വെക്കും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടി. അപ്പോൾ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കറി അമ്മയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹെയ്തൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും കൊണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ഉച്ചക്കത്തേക്കുള്ള കുക്കിങ് ഞാനും അമ്മയും ഹെയ്തനും കൂടിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അരിയുന്നതനുസരിച്ച് അവൻ ഓരോ ഞാൻ അരിയാനെടുക്കുന്നതൊക്കെ അവൻ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കുമായിരുന്നു കേട്ടോ. അതാണ് അവൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് വേറെ ഉണ്ടാക്കുന്നത് നമ്മൾ പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് ബീഫ് കറിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സാമ്പാറിൻ്റെ പരിപാടിയാണ് കേട്ടോ നോക്കിയത്. കാരണം കഷ്ണങ്ങളൊക്കെ നമുക്ക് കുക്കറിനകത്തേക്ക് വെക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി പരിപാടിക്ക് പോകാമെന്ന് ഓർത്തിട്ട് ആദ്യം കഷ്ണങ്ങളൊക്കെ ഞാൻ ചെത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ബാക്കി ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടു ജോലികളൊക്കെ ഷെയർ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഒരു ഓവർലോഡ് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് ഇതെല്ലാം കൂടി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആകെ ടയേർഡാവുകയും ചെയ്യും. സമയമായാലും തീരെ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളെല്ലാ പരിപാടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കറിക്കുള്ളത് കരിഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ ഹേതനെ കുളിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഞാൻ അരിയുന്നതിന് കുറച്ച് മുമ്പ് അവൻ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ കുളിപ്പിച്ച് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ അവന് കൊടുക്കാറ്. അവന് ഇഡ്ഡലിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കി കൂടുതൽ കുറച്ച് ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവൻ കഴിച്ചോളും. കുറച്ച് നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ അവൻ തന്നെ കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിപ്പിക്കാനാണെങ്കിൽ നമുക്ക് അത്ര ടൈം എടുക്കില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും 1-1.5 മണിക്കൂർ വേണം ഇവരുടെ പുറകെ നടന്ന് നമുക്ക് വരുന്ന ഫുഡ് കഴിപ്പിക്കണമെങ്കിൽ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അത്യാവശ്യം ഇഡ്ഡലിയൊക്കെ അവൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അവൻ കിടന്ന് ഉറങ്ങും കേട്ടോ. നമുക്ക് രാവിലെ തൊട്ടിക്കകത്തിട്ട് ആട്ടി ഉറക്കും. അപ്പോൾ ഉറക്കാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അവനെ ഉറക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ബാക്കി പെരക്കൊക്കെ അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളല്ലെങ്കിൽ അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ആൾ കയറി നടക്കും. പിന്നെ നമ്മൾ ചൂലൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അവനെ ഉറക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അടിച്ചു വരാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത് അടിച്ചു വരാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ഓർഡർ ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ആദ്യം എവിടെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ആദ്യം അടുക്കള ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ പുറത്തേക്ക് ഇറങ്ങാറ്. കാരണം നമുക്ക് പിന്നെ ലഞ്ചിൻ്റെ സമയത്ത് കയറിയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ആദ്യം ഞാൻ അടുക്കള ക്ലീൻ ചെയ്യാറ്. പിന്നെ നേരെ വരുന്നത് സിറ്റ് ഔട്ടിലേക്കാണ് കേട്ടോ. കാരണം സിറ്റ് ഔട്ട് നമുക്ക് ആൾക്കാരൊക്കെ കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആദ്യം സിറ്റ് ഔട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യാറ്. കാരണം നമ്മുടെ ചവിട്ടിയൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി തട്ടിയിട്ട് പിന്നെ അതിനിപ്പോൾ ചവിട്ടി മാറ്റാനാണ് അലക്കാനുള്ളതാണെങ്കിൽ ചവിട്ടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് സിറ്റൗട്ടിൽ തന്നെ അതേപോലെ ഇരിക്കാനൊരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുടച്ചിട്ടോ നനച്ചൊന്ന് തുണി കൊണ്ടൊന്ന് തുടച്ചിടും. കാരണം അതിനകത്ത് നമുക്ക് എന്തായാലും പുറത്തുനിന്ന് പൊടിയൊക്കെ ആയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് തുടച്ചിട്ടിട്ടാണ് കേട്ടോ അടിച്ചു വരാറ്. അപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ച് വരിയിട്ടിട്ട് അകത്തേക്ക് കയറും കേട്ടോ. അകത്ത് ഞാൻ ആദ്യം ഞങ്ങളുടെ ബെഡ്റൂമാണ് കേട്ടോ എപ്പോഴും അടിച്ച് വരാറ്. കാരണം അത് കഴിഞ്ഞാൽ ഹാള് മൊത്തത്തിൽ അടിച്ച് വാരിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കഴിയും. അതുകൊണ്ട് ആദ്യം ഞാൻ റൂമാണ് ക്ലീൻ ചെയ്യാറ്.
അപ്പോൾ റൂമുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബെഡ്ഷീറ്റുകളൊക്കെ അലക്കാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ റൂം അടിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് വേറെ ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് നമ്മൾ അടിച്ച് വരുന്ന സമയത്ത് ഒന്ന് കട്ടിൻ്റെ അടിയിലായാലും ഒക്കെ മാറാനൊക്കെ ചിലപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊടുത്ത് നല്ലോണം റൂം ഒന്ന് അടിച്ച് വരിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബെഡ്റൂമൊക്കെ കഴിഞ്ഞാൽ നേരെ ഹാളാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ ഹാളിലായാലും നമ്മൾ സെറ്റിൽ കവറുകളൊക്കെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കും. അതുപോലെ ആ സെറ്റിൽ കവറുകളൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുത്ത് കുടയും കിട്ടും. കാരണം അത് പൊടികളോ അല്ലെങ്കിൽ നമ്മൾ പിള്ളേർക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിനകത്തൊക്കെ പോയിരിക്കുകയാണെങ്കിൽ ബേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുപോലെ ആ ഷീറ്റുകളൊക്കെ മാറ്റാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷീറ്റൊക്കെ മാറ്റി വിരിക്കും കേട്ടോ. അപ്പോൾ അടിച്ച് വരുന്ന സമയത്തുള്ള ചെയേഴ്സൊക്കെ ഒന്ന് നീക്കിയിട്ട് എൻ്റെ ബാക്ക് സൈഡിലൊക്കെ ചിലപ്പോൾ മാറാലൊക്കെ ഇരിക്കുന്നുണ്ടാവും. അതിൽ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടി നല്ലോണം അടിയൊക്കെ ഒന്ന് അടിച്ച് വാരി ഹാളും ഒന്ന് വൃത്തിയാക്കിയിട്ട് കേട്ടോ. എന്നിട്ടാണ് ബാക്കി റൂമുകളൊക്കെ ക്ലീൻ ചെയ്യാം. ബാക്കി റൂമുകൾ ഇതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റാനാണെങ്കിൽ ഒന്ന് മാറ്റി ജസ്റ്റ് മാറാലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തട്ടി നല്ലോണം അടിച്ച് വാരിയിട്ടു കേട്ടോ. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ മെഷീനകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അലക്കാനുള്ള തുണികൾ അന്നന്നെ അലക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ലോഡ് കുറയും. നമ്മളെല്ലാം കൂടെ കൂട്ടിയിടുന്ന സമയത്താണെങ്കിൽ എന്താ ഒരു സ്മെല്ലായിരിക്കും, ഡ്രസ്സുകൾക്ക് ഒരു സ്മെല്ലും ആയിരിക്കും, അതാകെ വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും, നമുക്ക് ലോഡ് കൂടുകയും ചെയ്യും. ഇത് അലക്കാനുള്ളത് കൂടുതൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഉണങ്ങി കിട്ടാനൊക്കെയാലും ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് കുറച്ചാണ് ഉള്ളതെങ്കിലും ആ ഉള്ളത് എല്ലാ ദിവസവും തന്നെ അലക്കിയിടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അലക്കണ്ടെടുക്കുന്ന സമയത്ത് കുറേ ഡ്രസ്സുകൾ ഷർട്ടുകളൊക്കെ കൈയൊക്കെ മടക്കിയതൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും. അതുപോലെ നമ്മൾ ഡ്രസ്സുകളൊക്കെ മറിച്ചും ഒക്കെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് നിവൃത്തി മറിച്ചുള്ളതാണെങ്കിൽ നേരെയാക്കിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ മെഷീനകത്തേക്ക് തുണി ഇടുന്നത്. അപ്പോൾ അലക്കാനുള്ള തുണികളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തലേ ദിവസം നമ്മൾ അലക്കിയിട്ട തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം തന്നെ കൈയോടെ മടക്കി വെക്കുകയാണെങ്കിൽ അതൊന്നല്ല, നമ്മൾ കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ഡ്രസ്സുകളെല്ലാം കൂടി ചുളുങ്ങി കൂടി പിന്നെ വൃത്തികേടായിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ അയൺ ചെയ്യുക അതൊന്നിനും പറ്റത്തില്ല. അപ്പോൾ കൈയോടെ അതങ്ങ് മടക്കി വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ പിന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ആവുന്നു പിന്നെ അത് കൂടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കൈയോടെ തന്നെ അതൊന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മടക്കുന്ന സമയത്ത് എല്ലാം വേർതിരിച്ചായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഡ്രസ്സ് മടക്കുമ്പോൾ തന്നെ വേർതിരിച്ച് വെക്കുകയാണ്. അപ്പോൾ വെച്ചാൽ നമുക്ക് തിരിച്ചെടുത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ ഓരോരുത്തരുടെ ഡ്രസ്സുകൾ ഓരോ പൊസിഷനിലൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതുപോലെ നല്ല ഡ്രസ്സുകളും നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഡ്രസ്സുകളൊക്കെ സെപ്പറേറ്റ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് വെക്കാൻ നേരത്ത് പിന്നെ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം മടക്കുമ്പോഴേ നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴക്കുന്നതിനേക്കാളും വലിയ പരിപാടിയാണ് കേട്ടോ ഇത് എടുത്ത് വെക്കാന്നുള്ളത്. കാരണം ഇത് ഓരോ സ്ഥലത്ത് കൊണ്ടിട്ട് ഇത് അതേപോലെ തന്നെ എടുത്ത് വെക്കണം. കാരണം നമ്മൾ മടക്കി വെച്ചിട്ട് പിന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ പഴയ പോലെ തന്നെ ആയിപ്പോകും. അപ്പോൾ നമ്മൾ മടക്കി വെക്കുന്നതിനോടൊപ്പം തന്നെ കൈയോടെ തന്നെ അത് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് നല്ലോണം വൃത്തിക്ക് ഇരുന്നോടും. അപ്പോൾ ഞാനത് മടക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ വേഗം ഒന്ന് എടുത്ത് എല്ലാ സ്ഥലത്തും വെക്കാനുള്ളതൊക്കെ അപ്പം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത് വെക്കാനൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലക്കാനിട്ട തുണികളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വിരിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ രാവിലത്തെ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.